ഗൈസ്, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേറെ ഒന്നുമല്ല. അതെ, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഈ കാര്യമൊക്കെ ഇത് പറയണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഫോൺ കയ്യിലില്ലായിരുന്നു, മോൻ്റെ കയ്യിലായിരുന്നേ. നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ് കപ്പും കൊണ്ട് അനുമോള് പോയി. അതായത് പണ്ടുള്ളവർ പറയും പശുവും ചത്ത് മോരിലെ പുളിയും പോയെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴേ. ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയിട്ട് എൻ്റെ അമ്മോ എനിക്ക് വയ്യ. ഞാൻ നിന്നോട് ഇപ്പൊ ചോദിച്ചാ പിന്നെ നിനക്ക് എന്ത് വേണം? എനിക്ക് ഇപ്പഴാ പറയാൻ സമയം. നീ ഇപ്പല്ലേ ഫോൺ എൻ്റെ കൊണ്ടുവരുന്നത്. അത് മോനാണ്, കുഴപ്പമില്ല, അവൻ അങ്ങനെയൊക്കെ പറയും. അതെ, ഞാനിപ്പോൾ പറയാൻ വന്ന വേറെ ഒന്നുമല്ല. ഇപ്പം അനുമോള് കപ്പടിച്ച് ഞാൻ ആർക്കും സപ്പോർട്ടില്ലായിരുന്നു. ഒറ്റൊരാൾക്കാണ് ഷാനവാസിന്. ഷാനവാസിന്റെ കളി, അതായത് വീട്ടുകാർ വന്നു കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട്. ആ സമയത്താണ് അനുമോളെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നത്. ഡേ 1 നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ ഷാനവാസ് അനുമോളൊക്കെ നിന്ന് ഈ ഡോക്ടർമാരുടെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ അത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ആണ് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബറിനോട് എന്ന് പറഞ്ഞത്, അക്ബറിൻ്റെ അടുത്തും ബിന്നിയുടെ അടുത്തൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ അനുമോൾക്കൊരു സ്വഭാവം എനിക്ക് മനസ്സിലായത്, ആ കുട്ടിക്ക് അത് എങ്ങനെയാണ് പറഞ്ഞത് പ്രതിഫലിപ്പിക്കാൻ അറിയത്തില്ല. അപ്പം അത് പറഞ്ഞത് എല്ലാ ഡോക്ടർമാരും കാശ് വയ്ക്കുന്ന ആ ഒരു രീതിയിലല്ല പറഞ്ഞത്. അപ്പം ഷാനവാസ് അത് അങ്ങനെയാക്കി, അതായത് ഒരു തമാശ പോലെ ആക്കിക്കൊണ്ട് അവരോട് പറഞ്ഞപ്പം അന്ന് തുടങ്ങിയതാണ് ഈ ഡോക്ടർ ബിന്നി എന്ന് പറയുന്ന ആ കുശുമ്പത്തി ബിന്നിക്കും ഈ അക്ബറിനും അനുമോളോടുള്ള ഒരു ചെറിയൊരു പക. അത് മാത്രമല്ല, ഈ അക്ബർ, ശരത്തപ്പാനി ആൻഡ് റെന ഫാത്തിമ നമ്മുടെ മൈജിയുടെ അവിടെ വന്നിരുന്നൊരു ചർച്ച നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവരെന്താ പറയുന്നറിയാവോ? ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. പുറത്തുനിന്ന് അനുമോക്ക് നല്ല ഫെയിമായിട്ട് വന്നതാണ്. റെന പറഞ്ഞ് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് അനുമോളോട് വലിയ കൂട്ടിനൊന്നും പോകണ്ട. അപ്പാനി പറയുന്നുണ്ട്, അക്ബറും പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞായിരുന്നെന്ന്. അപ്പോൾ പുറത്ത് വെച്ച് അവർ അനുമോൾക്ക് ഇതായിട്ടാണ് അവർ ആ ബിഗ് ബോസിനുള്ളിൽ കാലുകുത്തിയത്. അപ്പം തീർച്ചയായിട്ടും അത്രയും നല്ല ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉള്ള ആ അനുമോളെ അവരെന്തായാലും അറ്റാക്ക് ചെയ്യാൻ ഉറപ്പിച്ച് തന്നെയാണ് അവർ അതിനകത്ത് ചെന്ന് കയറിയത്. അല്ലെ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പം ഞാൻ ഈ അനുമോക്ക് സപ്പോർട്ടെന്ന് പറയാൻ കാരണം ഇപ്പം എൻ്റെ മോൻ പറഞ്ഞു ഞാൻ അനുമോക്കല്ല ഷാനവാസിനായിരുന്നു എൻ്റെ സപ്പോർട്ട്. പക്ഷേ ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ള പെൺപിള്ളേരുടെ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ കുറച്ച് ഏഷ്യനെയും കുറച്ച് കുശുമ്പ് കുനാമയൊക്കെ ഉള്ള കുട്ടികളാണ്. നാട്ടിൻപുറത്ത് നല്ല എല്ലാ വിഭാഗത്തിലുള്ള പെൺപിള്ളേർ അത് തന്നെയാണ്. പക്ഷെ ഇവർക്ക് ഇച്ചിരി കൂടും, കാരണം ഇവർക്ക് ഈ പുറം ലോകമായിട്ട് അധികമായിട്ടുള്ള ബന്ധമൊന്നും കാണത്തില്ല. അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടല്ല വീട്ടുകാരുമായിട്ട്